മൗലിദ് വരുമ്പോ ഉറക്കം വരുന്നുണ്ടോ? മൗലിദോതുമ്പോ വാച്ചിൽ നോക്കിയിട്ട് എന്താ അത് തീരാത്തതെന്ന് നമുക്ക് പറയാറുണ്ടോ? മൗലിദോതുമ്പോ പടച്ചവനെ ആവശ്യമില്ലാത്ത സംസാരങ്ങളിൽ നമ്മൾ ഇടപെടുന്നുണ്ടോ? മൗലിദ് പ്രിയപ്പെട്ടവരെ എത്ര മഹത്വമുള്ളതാണ്. അല്ലാഹുവിന്റെ ഖുർആൻ വരെ മുത്തുനബിയുടെ മൗലിദ് ഓതിയതല്ലേ? അല്ലാഹുവിന്റെ ഖുർആൻ വരെ മുത്ത് ഹബീബിന്റെ മൗലിദ് ഓതിയതല്ലേ? മൂസാ നബിയുടെ തൗറാത്ത് വരെ മുത്തുനബിയുടെ മൗലിദ് ഓതിയതല്ലേ? ഇൻജീലിലും സബൂറിലും അതേ പ്രകാരം എല്ലാ ഗ്രന്ഥങ്ങളിലും ഹബീബിന്റെ മൗലിദ് ഓതിയിട്ടുണ്ട്. ഖുർആൻ ഹബീബിന്റെ മൗലിദ് ഓതിയിട്ടുണ്ട്. ഖുർആൻ ഹബീബിന്റെ മൗലിദ് ഓതിയിട്ടുണ്ട്. നബിക്കുള്ള മൗലിദ് വീട്ടിലോ ഓതേണ്ടതാ, അതിനാൽ മുസീബത്തൊക്കെയും നീങ്ങുന്നതാ. മുത്ത് ഹബീബിന്റെ പേരിൽ മൗലിദ് ഓതിയാൽ, ഹബീബിന്റെ പേരിൽ മൗലിദ് ഓതിയാൽ അതിനാൽ മുസീബത്തൊക്കെയും നീങ്ങുന്നതാ. അതിനാൽ മുസീബത്തൊക്കെയും നീങ്ങുന്നതാ. കള്ളന്റെ ശല്യം തന്നെയും ഒതുങ്ങുന്നതാ. ദാരിദ്ര്യവും നീങ്ങുന്നതായി കാണുന്നതാ. ഒരു കള്ളന്റെ ശല്യവും നമ്മുടെ വീട്ടിൽ വരൂല്ല. ഹബീബിന്റെ മൗലിദ് ഓതുന്നിടത്ത് കള്ളന്റെ ശല്യം വരൂല്ല. ദാരിദ്ര്യം കൊണ്ട് ആ കുടുംബത്തെ അല്ലാഹു പട്ടിണിക്കിടൂല്ല. പെങ്ങളെ, നിങ്ങൾ ഓതുന്ന കാരണം കൊണ്ട് നിങ്ങളെ ഭർത്താവിനുള്ള ബർക്കത്ത് കൊടുക്കുമ്പോളെ, ഉമ്മമാരെ ബാപ്പമാരെ, നിങ്ങളെ മൗലിദ് ഓതുന്ന കാരണം കൊണ്ട് നിങ്ങളെ മക്കളിലൂടെ, മരുമക്കളിലൂടെ, പേരമക്കളിലൂടെ അല്ലാഹു ബർക്കത്ത് കൊടുക്കും. പ്രിയപ്പെട്ടവരെ, ചെറുപ്പക്കാരാ, നിങ്ങൾ ഓതുന്ന കാരണം കൊണ്ട് നിങ്ങളെ ഭാര്യ നന്നാവും, നിങ്ങളെ മക്കൾ നന്നാവും. ദാരിദ്ര്യം അല്ലാഹു നീക്കി തരുന്നതാണ്. കണ്ണേർ ഹസദും നീങ്ങുവാൻ ഉതകുന്നതാ. കണ്ണേറിന് നിങ്ങൾ നല്ലതുപോലെ സൂക്ഷിക്കണം കേട്ടോ. കണ്ണേറ് തട്ടിയാലത് അപകടമാണ്. കണ്ണേറും ഹസദോ. ലോകത്ത് ആദ്യമായി കൊലപാതകം നടന്നത് അത് ഹസദിന്റെ പേരിലല്ലേ? അസൂയയുടെ പേരിലാണ് ഹസദ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ അറിയൂല. നിങ്ങളെ നന്മകളെ അത് കാർന്ന് തിന്നുകൊണ്ട് ഇരിക്കും. അല്ലാഹുവേ, നല്ല കത്തിയാളുന്ന തീയിലേക്ക് വിറക് കഷ്ണം ഇറക്കുമ്പോ കണ്ടില്ലേ? ആ വിറക് ഇങ്ങനെ കത്തി അമരുന്നത് പോലെ നമ്മുടെ ഹൃദയത്തിൽ മറ്റൊരാളോട് അസൂയ വന്നു കഴിഞ്ഞാൽ നിങ്ങളെ നിസ്കാരം നിങ്ങളറിയാതെ അസൂയ കാർന്നു നിന്നുകൊണ്ടിരിക്കും. ചെറുപ്പക്കാരാ, നിങ്ങളെ നോമ്പിനെ നിങ്ങൾ അറിയൂല. നിങ്ങൾക്കത് അറിയാൻ കഴിയൂല. നന്മകളെ അസൂയ കാർന്ന് തിന്നുകൊണ്ടിരിക്കും. അതുകൊണ്ട് മനസ്സ് ഹബീബിന്റെ മൗലിദിന്റെ മജ്ലിസിൽ നിന്ന് നന്നാക്കണം. ആരോടും പിണക്കം വേണ്ട, ആരോടും വൈരാഗ്യം വേണ്ട, ആരോടും വിദ്വേഷം വേണ്ട. മനുഷ്യനല്ലേ, പരസ്പരം പൊരുത്തക്കേട് വന്നേക്കാം, പരസ്പരം പിഴവുകൾ വന്നേക്കാം. നാളേക്ക് വെക്കേണ്ട ഒന്നും എല്ലാം ഇവിടുന്ന് മപ്പാക്കി കൊടുക്കണം, എല്ലാം ഇവിടുന്ന് പുറത്തു കൊടുക്കണം. നല്ല ഹൃദയത്തിന്റെ ഉടമകളായി നമ്മൾ മാറണം. മൗലിദിന്റെ മജ്ലിസിൽ ഇരിക്കൽ തന്നെ ബറക്കത്താ. മൗലിദിന്റെ മജ്ലിസിൽ ഇരിക്കൽ തന്നെ പുണ്യമാ. ആ മജ്ലിസിൽ ഇരുന്ന ശരീരത്തിലെ രോഗങ്ങൾ അല്ലാഹു മാറ്റൂലേ? ആ മജ്ലിസിൽ ഇരുന്ന ശരീരത്തിന്റെ ക്ഷീണങ്ങൾ അല്ലാഹു മാറ്റൂലേ? ആ മജ്ലിസിൽ ഇരുന്ന ശരീരത്തിന്റെ കിടച്ചിലുകൾ, വേദനകൾ ഓരോന്നോരോന്നല്ലാഹു മാറ്റി തരൂലേ? ആ മജ്ലിസിൽ ഇരുന്ന നിങ്ങളുടെ ആവശ്യം അല്ലാഹുക്കറിയാലോ, അല്ലാഹു നിറവേറ്റി തരുമല്ലോ. ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞില്ലേ, നമ്രൂദിന്റെ തീകുണ്ടാരത്തിലേക്ക് എന്നെ കറിഞ്ഞപ്പോ
നമ്രൂദ് രാജാവ് ഇബ്രാഹിം നബിയെ തീയിലെറിയുന്നതിന് മുമ്പ് ടെസ്റ്റ് നടത്തുകയാ. ആകാശലോകത്തിലൂടെ വട്ടമിട്ട് പറക്കുന്ന പക്ഷികൾ വരെ തീയിന്റെ കാഠിന്യം കൊണ്ട് കരിഞ്ഞു വീഴുകയാ. അത്രത്തോളം വലിയ തീകുണ്ടാരത്തിലേക്ക് കിലോമീറ്ററുകൾ അപ്പുറത്ത് നിന്ന് മിസൈൽ തൊടുത്തു വിടുന്നത് പോലെയാ ഇബ്രാഹിം നബിയെ എറിയുന്നത്. പക്ഷേ തീ തണുത്തല്ലോ. അവിടെ ഉണ്ടായിരുന്നത് ഹബീബിന്റെ പ്രകാശമാ. അത് അല്ലാഹു ഇബ്രാഹിം നബിക്ക് ഹബീബിനോട് അല്ലാഹ് രക്ഷപ്പെടുത്തുകയാ. യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ മത്സ്യത്തിന്റെ അകറ്റിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നത് അത് ഹബീബിലൂടെയാ. മൂസാ നബിയെ അല്ലാഹ് രക്ഷപ്പെടുത്തുന്നത് അത് ഹബീബിലൂടെയാ. അങ്ങനെ എല്ലാം 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 വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽആലമീൻ. ഹബീബിനെ മനസ്സിലാക്കണേ. ഹബീബിന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലണേ. ഹബീബിന്റെ പേരിൽ മൗലിദ് ചൊല്ലണേ. മൗലിദ് തെറ്റാണെന്ന് തെറ്റിദ്ധരിച്ച സഹോദരങ്ങളെ, നിങ്ങൾ മടങ്ങി വരണം. നിങ്ങൾ ഹഖ് മനസ്സിലാക്കണം. ഖുർആൻ ഹബീബിന്റെ മൗലിദ് ഓതിയിട്ടുണ്ട്. ഗ്രന്ഥങ്ങൾ മുഴുവനും ഹബീബിന്റെ മൗലിദ് ഓതിയിട്ടുണ്ട്. സ്വർഗ്ഗത്തിൽ നിന്ന് ആദ്യമായി കല്യാണം നടക്കുമ്പോൾ മഹർ ഹബീബിന്റെ പേരിലുള്ള സ്വലാത്ത. അങ്ങനെ ഒരുപാട് മഹത്വങ്ങൾ നിറഞ്ഞ മൗലിദിന്റെ മജ്ലിസ്. ആ മൗലിദിന്റെ മജ്ലിസിൽ ഇരിക്കലാ നബിയേ, നിങ്ങളെ മജ്ലിസിൽ ഇരിക്കലാ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള കാര്യമെന്ന് സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവ രണ്ട് കാര്യം പറഞ്ഞു. ഇനി മൂന്നാമത്തെ കാര്യമുണ്ട്. അതങ്ങനെ എപ്പോഴെങ്കിലും അടുത്ത മജ്ലിസിൽ പറഞ്ഞു. പക്ഷെ ആ മൂന്നാമത്തെ കാര്യം പറയുന്നതിന് മുമ്പ് രണ്ടും ഞാൻ ചോദിക്കും. ആ രണ്ടും ഇങ്ങോട്ട് പറഞ്ഞാലേ മൂന്നാമത്തത് ഇവിടുന്ന് അങ്ങോട്ട് പറയുള്ളൂ. ഒന്നേതാ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നബിയെ നിങ്ങളെ മുഖത്തേക്ക് നോക്കി നിൽക്കലാണ് ലോകത്തെ ഏറ്റവും ഒന്നാമത്തെ വലിയ സന്തോഷം. ശ്രദ്ധിക്കുക, തങ്ങളെ പറയാം. നമ്പർ 1. നമ്പർ 2 അങ്ങയുടെ മജ്ലിസിലിരിക്കുക. മദീനത്തിൽ ചെന്നാൽ കാണാം ചെറിയൊരു സ്റ്റേജ് ഉണ്ട്. മദീന പള്ളിയുടെ ഉള്ളിൽ റൗദിയിലേക്ക് കയറുമ്പോൾ കാണാം. ഇന്നും ആ സ്റ്റേജ് അങ്ങനെ തന്നെ. അതിന്റെ ചുറ്റും ഇങ്ങനെ ബാർക്കേഡ് ഇങ്ങനെ വെട്ടി ഇങ്ങനെ കെട്ടി വെച്ചിട്ടുണ്ട്. ചോപ്പ് കളറിലിങ്ങനെ ഓരോ കയറിങ്ങനെ കെട്ടി. നമ്മളിങ്ങനെ ഇത് കേട്ടല്ലോ പറയാം ബാർക്കാടല്ലേ അല്ലേ? സ്റ്റേജിന്റെ ചുറ്റും നമ്മൾ കെട്ടൂലേ ആൾക്കാരെ കയറാക്കാൻ ബാരിക്കേഡ് ചോപ്പ് കളറിൽ ഇങ്ങനെ ബാരിക്കേഡ് കെട്ടിച്ച കാണാൻ. മസ്ജിദ് നബിയുടെ ഉള്ളിൽ ഒരു സ്റ്റേജ്. അതെന്താ? ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദർസ് നടത്തിയ സ്ഥലമാണത്. ദർസ് നടത്തുക നമ്മളൊക്കെ സ്റ്റേജ് കെട്ടുണ്ടല്ലോ. ഹബീബ് ആ സ്റ്റേജും ഇരുന്നിട്ടായിരുന്നു മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദർസ് നടത്തി. അഹ്ലു സുഫ ഇരുന്ന സ്ഥലം മദീനത്തെ പള്ളിയിൽ ഇപ്പോഴും പോയാൽ നമുക്ക് കാണാൻ. കഴിഞ്ഞ പ്രാവശ്യം കയറിയിട്ടുണ്ട്. അതിന്റെ മുമ്പത്തെ പ്രാവശ്യം ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഈ പ്രാവശ്യം റൗദിന്റെ ഉള്ളിൽ കയറണം. എല്ലാവർക്കും പെർമിറ്റ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. അൽഹംദുലില്ലാഹ് പോയി വരാനും കയറി വരാനും അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഹബീബിന്റെ മജ്ലിസിൽ ഇരിക്കൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണ്. പറയുന്നത് ആരാ? സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ. വെറുതെ അല്ല, സിദ്ദീഖ് തങ്ങൾക്ക് അത്രയും വലിയ സ്ഥാനം വേറെ ആർക്കും കിട്ടിയില്ലല്ലോ. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നത് സിറാത്ത് പാലത്തിൽ നിന്ന് ഞാൻ എന്റെ ഉമ്മത്തുണ്ടോ നോക്കാം. അപ്പൊ മുത്തനബി പറഞ്ഞു, നബിയെ സിദ്ദീഖ് തങ്ങളെ ഞാൻ എപ്പോ നോക്കിയാലും കാണുന്നത് നിങ്ങളെ. സിറാത്ത് പാലത്തിൽ നിന്ന് വലത്തോട്ട് നോക്കിയാലും കാണുന്നത് നിങ്ങളെ, ഇടത്തോട്ട് തിരിഞ്ഞു നോക്കിയാലും കാണുന്നത് നിങ്ങളെ. അങ്ങനെയാണ്. അത്രയും വലിയ മഹത്താണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ഓലൊക്കെ നമ്മൾ ഇഷ്ടം വെക്കുക. ഓലോടൊക്കെ നമ്മൾ ഇരുന്ന് സലാം പറയും. ഇൻഷാ അല്ലാഹ് നിങ്ങളെ സലാം ഒക്കെ അവിടെ നിന്ന് പറയും. അതൊക്കെ വേണ്ടി ഒന്ന് ദുആയിരിക്കും. അതൊക്കെ അവിടെ പോണം. എല്ലാവർക്കും പോണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ.